വ്ളോഗറാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. സംഭവം ഞാൻ കുറച്ച് കഥയൊക്കെ പറഞ്ഞിരിക്കാം. നമ്മുടെ വീടിൻ്റെ ഇവിടെ മുറ്റത്ത് കടവിലൊക്കെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു സന്തോഷ വാർത്ത, നമ്മുടെ അതായത് യൂട്യൂബ് ചാനലിലിട്ട ആദ്യത്തെ വീഡിയോ, അതായത് ഫുൾ വീഡിയോ, ആദ്യത്തെ വ്ളോഗിന് 100 വ്യൂസ് ആയിട്ടുണ്ട്. ഞാനത് വ്യൂസൊന്നും കിട്ടുമെന്ന് അങ്ങനെ വിചാരിച്ചിട്ടാൽ പോലുമല്ല, പക്ഷേ 100 കൂടുതൽ ആൾക്കാർ കണ്ടു. കാരണം നമുക്ക് വീഡിയോ ഇടുമ്പോഴൊക്കെ 20 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അതിപ്പോൾ 23 മറ്റോ അത്രേ ഉള്ളൂ. പക്ഷേ ചെറിയ ഇതിൽ 100 പേരൊരു ലോങ് വീഡിയോ കണ്ടു എന്ന് പറയുന്നതിൽ സന്തോഷം. അതുകൊണ്ട് നമ്മുടെ ഷോർട്സ് വീഡിയോസ് ഇടുന്നതിന് അത്യാവശ്യം ആൾക്കാർ കാണുന്നുണ്ട്. ഇത് ഇപ്പോൾ കുറേ ആയിട്ട് യാത്രകൾ പോകണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സാഹചര്യം കൊണ്ട്, സമയക്കുറവ് കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും പറ്റുന്നില്ല. ഞാൻ വർക്ക് ഫ്രം ഹോം ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ നമുക്ക് ഫുൾ ടൈം അതിനകത്ത് എൻഗേജ്ഡ് ആയിട്ടിരിക്കും. ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റും ഡേ ഷിഫ്റ്റൊക്കെ മാറി വരുമ്പോൾ, ഇതിപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ടാണ് അതൊക്കെ പകൽ ഇങ്ങനെയൊക്കെ ഒന്ന് ടൈം കിട്ടുന്നത്, ഇല്ലെങ്കിൽ ഇതും കിട്ടില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് നമ്മൾ അടുത്ത സ്ഥലങ്ങളിലോട്ടൊക്കെ യാത്ര പോകുമ്പോഴാണ് ഈ വ്ളോഗ് എടുക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിലേ നമ്മൾ ദൂരയാത്രകൾ ഇപ്പോൾ നമുക്കതിന് പറ്റില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും. എപ്പോഴും സമയം കിട്ടില്ല, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ എല്ലാവർക്കും പറ്റത്തില്ല. പക്ഷേ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ വീടിനടുത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ടല്ലോ, പറ്റുമ്പോൾ ആഴ്ചയിലൊരിക്കലോ മാസത്തിൽ 1-2 തവണയെങ്കിലും അങ്ങോട്ടൊക്കെ ഒന്ന് പോവുക. ബീച്ച് സൈഡാവാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഏതെങ്കിലും ഒരു സ്പോട്ടാവാം, പാർക്കാവാം, ഒരു ഏരിയ ആവാം. അങ്ങനെ ഒരു ഗ്യാതറിങ് ഉണ്ടാകുന്ന ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോവുക, അവിടെയൊക്കെ വിസിറ്റ് ചെയ്യുക. ചിലപ്പോൾ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തിൽ പോയി വരാൻ പറ്റുന്ന പല സ്ഥലങ്ങളും കാണും. ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ചെറിയ ബഡ്ജറ്റ് ഇട്ടാൽ മതിയാവും. അപ്പോൾ അങ്ങനെ പറ്റുന്ന പല സ്ഥലങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ ചെറിയ ചെറിയ യാത്രകൾ നടത്തുക. കാരണം നമ്മളിങ്ങനെ പണിയെടുക്കുന്നു, കാര്യങ്ങൾ നടക്കുന്നു പറഞ്ഞ് പോയാൽ ലൈഫിൽ നമ്മൾ ഈ പണിയെടുത്ത ദിവസങ്ങളൊന്നും നമ്മൾ ഓർത്ത് വെക്കാനേ പോകുന്നില്ല. ചെറുതാണെങ്കിലും നമ്മൾ നടത്തുന്ന യാത്രകളും പോകുന്ന സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കും പിന്നീട് നമുക്കൊരു മെമ്മറി ആയിട്ട് ഉണ്ടാവുക. അല്ലെങ്കിൽ അതൊക്കെയാണ് നമ്മുടെ ലൈഫിൻ്റെ ഒരു അർത്ഥം. അത് നമ്മൾ പണിയെടുക്കാനായിട്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരിക്കലും നല്ല കാര്യമല്ല. പണിയെടുക്കുന്നതിൻ്റെ കൂടെ നമ്മൾ നമ്മുടേതായിട്ടുള്ള മാനസിക സന്തോഷങ്ങളും കണ്ടെത്തണം. പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ പണിയെടുക്കൽ മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കും. അവസാനം നമുക്ക് മടുക്കാൻ തുടങ്ങി ജോലി വീട് എന്നൊക്കെ ആകുമ്പോൾ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കിട്ടുന്ന ദിവസങ്ങളിൽ ഇതേപോലെ ചെറിയ ചെറിയ യാത്രകൾ, പറ്റുന്ന ദൂരത്തിലൊക്കെ ഒന്ന് യാത്രകൾ പോയി വരാൻ പറ്റുമ്പോൾ മനസ്സ് കുറച്ച് ആ സമയത്തൊന്ന് റിലാക്സ് ആവും. എന്താ പറയുക, ഒന്നുകൂടി റിഫ്രഷ് ആയിട്ട് നമ്മൾ വീണ്ടും ഒന്ന് ഫ്രഷ് സ്റ്റാർട്ട് കിട്ടും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പണിയെടുത്ത് കുഴഞ്ഞെന്നുള്ള ഒരിത് മാറും. നമുക്ക് ഒരു മടുപ്പ് മാറും. നമ്മൾ പണിയെടുക്കുന്നതിനൊക്കെ ഒരു അർത്ഥമുണ്ട്, ഇതേപോലെയൊക്കെ വന്ന് നിൽക്കാനും കാണാനും സാധിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ആ ജോലിയോട് കുറച്ചുകൂടെ ഒരു ഇത് വരും നമുക്ക്. ഇപ്പം എനിക്കിപ്പോൾ റീസെൻറ്റ് ടൈമിൽ ഞാൻ ചെറിയ ചെറിയ യാത്രകളൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഒന്നുകൂടെ ജോബിൽ ഫോക്കസ് ആയിട്ടിരുന്ന് ചെയ്യാൻ പറ്റിയത്. ഇല്ലെങ്കിൽ മുമ്പ് ഭയങ്കര ഒരു മടുപ്പ് തോന്നുമായിരുന്നു ജോബിൻ്റെ കാര്യത്തിൽ. ഇപ്പം അതില്ല. സോ യാത്രകൾ പോവുക, ചെറിയ ചെറിയ യാത്രകളാണെങ്കിലും. അപ്പോൾ അച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ വ്ളോഗൊക്കെ എടുത്തു തുടങ്ങിയിട്ട് വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ വ്ളോഗിലൊക്കെ എടുക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക. ഞാൻ ഫ്രണ്ട് ക്യാമ് ബാക്ക് ക്യാമ് ഇങ്ങനെയൊക്കെ ഒന്നും അങ്ങനെ നോക്കാറില്ല. അപ്പോൾ പറ്റുന്ന പോലെ എടുക്കും. മാക്സിമം ക്വാളിറ്റിയിൽ എടുക്കണം എന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ ബാക്ക് ക്യാമിൽ വ്ളോഗ് എടുത്ത് നടന്നു പോയാൽ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കും, ഇവനെന്ത് കാണിക്കുന്നതെന്ന്. അപ്പോൾ അത് കാരണം ഞാൻ വീഡിയോ കോൾ ചെയ്യുന്ന പോലെ ഫ്രണ്ട് ക്യാമൊക്കെ തിരിച്ച് വെച്ച് നടക്കാം. അത് തൊട്ടപ്പുറത്താട്ടോ മമ്മിയുടെ വീട്. നമുക്കിൻ്റെ ഇടയിലൊരു ചെറിയ റോഡുണ്ട്, അതാണ് നമ്മൾ വീടെത്തും. നിങ്ങൾക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചത്. ഇതാണ് നമ്മുടെ ഒരു ഈവനിങ് വ്യൂ. കായലുണ്ട്, കടവാണ്. ഇപ്പോൾ നമ്മളിരുന്ന കടവാണിത്. കടവിലാണ് നമ്മൾ വൈകുന്നേരമൊക്കെ വന്നിരിക്കുന്നൊരു കടവ്. ലൈറ്റും കാര്യമൊക്കെ ഉണ്ട്. രാത്രിയിലും നമുക്ക് വന്നിരിക്കാം കേട്ടോ. നല്ല ഹൈമാസ് ലൈറ്റും കാര്യമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഗ്രൗണ്ട് ചെറിയൊരു ഒഴിഞ്ഞ് കിടപ്പുണ്ട്. സൺസെറ്റൊക്കെ അടിപൊളി വ്യൂ ആട്ടോ. ഇവിടെ നിന്നാലും നമുക്ക് ടെറസിലൊക്കെ നിന്ന് കുറച്ചുകൂടി അടിപൊളിയായിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഒരു ഈവനിങ് വ്യൂ. റോഡിന് ടാറിട്ട റോഡിൻ്റെ ഒരു എൻഡാണ് നമ്മുടെ ഇവിടെ. ഇത് കടവാണ്. ഇത് കഴിഞ്ഞ് പിന്നെ ചെറിയ കോൺക്രീറ്റ് റോഡാണ് അങ്ങോട്ട് അകത്തോട്ട്. സോ ഈ റോഡ് നമ്മുടെ മെയിൻ റോഡാണിത്. റോഡ് നേരെ പോയി കണക്ട് ചെയ്യുന്നത് ഹൈവേയിലോട്ടും നമുക്ക് പടിഞ്ഞാറോട്ടൊക്കെ പോകാൻ, നമ്മുടെ ബീച്ച് സൈഡിലോട്ടൊക്കെ പോകാനായിട്ട് ഇതാണ് നമ്മുടെ മെയിൻ റോഡ്. സോ വലിയ വണ്ടികളൊക്കെ വന്ന് തിരിക്കാനും വളയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു എൻഡാണിത്, റോഡിൻ്റെ എൻഡ്. കണ്ടില്ലേ? പിന്നെ നല്ല അടിപൊളി കായൽ വ്യൂ ഉണ്ട്. നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്നാലും നല്ല വ്യൂ ആണ്. അപ്പോൾ നമുക്ക് പുറത്തെങ്ങോട്ടും പോകാൻ പറ്റിയില്ലെങ്കിലും വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ തന്നെ ഇറങ്ങി നമ്മുടെ വീടിൻ്റെ ഭാഗത്തെ കടവുകളിലും
പരിസരത്തൊക്കെ വന്നിരിക്കുന്നതും ഒരു രസമാണ് അല്ലേ. നമ്മളിനി സന്ധ്യയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് വീടിൻ്റെ ടെറസിൽ നിന്നുള്ള വ്യൂ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്കൊന്ന് അമ്മാമ്മ വീട് വരെ പോകാം. നമ്മുടെ അമ്മാമ്മ വീട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. എന്നാൽ അതൊക്കെ ഒരു ലെക്കല്ലേ. ഇപ്പോൾ കുറേ ദൂരം നടന്നു. ഇപ്പോൾ നമ്മൾ കിഴക്ക് ഡയറക്ഷനിലാട്ടോ നടക്കുന്നത്, കിഴക്കോട്ടാണ് നടക്കുന്നത്. അപ്പോൾ സൂര്യൻ നമ്മുടെ പുറകില്ല, അതുകൊണ്ട് ഫേസിൽ വെട്ടം ഉണ്ടാവില്ല. കഥയൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കാം. ഒരുപാട് വീടുകളുള്ള സ്ഥലം, മരങ്ങളൊക്കെ ഒരുപാടുള്ളത്, നല്ല തണല. അങ്ങനെ ഈ റോഡ് നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വേറൊരു വഴി അപ്പുറത്തുണ്ട്, മെയിൻ റോഡ്. പക്ഷെ നടക്കാൻ എളുപ്പം ഈ റോഡാണ്. ഞാൻ അടുത്തെപ്പോഴും നടന്നേ പോകും. വണ്ടി എടുക്കുന്നത് ഭയങ്കര കുറവാണ് അടുത്തോട്ടൊക്കെ പോകാൻ. ആകെ നടക്കുന്നത് ഇങ്ങനെയൊക്കെയല്ലേ. അപ്പം അങ്ങനെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. നമുക്കിനിയിപ്പോൾ രാത്രി 8 മണിക്കാണ് ഷിഫ്റ്റിന് വരേണ്ടത്. ഇപ്പോൾ ഒരു 5 മണിയായി. ഒരു കുറച്ച് നേരമൊക്കെ ഇവിടെയൊക്കെ കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് മെല്ലെ തിരിച്ചു പോകാം. ഞാനിങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പോക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല ഇവിടെ. വിചാരിച്ചെങ്കിൽ പിന്നെ നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനത്തെ വ്ളോഗൊക്കെ ഇരുന്ന് കാണാറുണ്ട്. കാരണം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ അതൊക്കെ കണ്ടിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നൊരു ഫീല് വരില്ല. ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കാൻ ആൾക്കാരുണ്ട് എന്ന് തോന്നും കേട്ടിരിക്കാൻ. ഞാൻ അങ്ങനത്തെ വ്ളോഗൊക്കെ കണ്ടുകൊണ്ടായി വർക്ക് ചെയ്യുമ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ അമ്മമ്മ വീട് എത്താറായി. ഒരു ഹായ് കൊടുക്കാം. ഹലോ. അമ്മമ്മ അങ്ങ് ദൂരെ നിന്നിട്ട് ഹായ് തരും. അമ്മമ്മയ്ക്ക് മനസ്സിലായി ഞാനാണെന്ന്. അമ്മമ്മ പൊടിയോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതായിരിക്കും. തൊട്ടപ്പുറത്ത് ഒരു കടയുണ്ട്. ഇതാണ് അമ്മാമ്മ വീട്. ഈ അമ്മാമ്മ വീടെന്ന് പറയുന്നൊരു ഇമോഷനല്ലേ. ഇത് കണ്ടോ, ഈ വാതിക്കിരിക്കുന്ന വെള്ളം, ഇത് ഇങ്ങനെതാ പൈപ്പിൽ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. മുമ്പത്തെ വ്ളോഗിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ 1 ദിവസം ഗ്യാപ്പിട്ടൊക്കെയാണ് വെള്ളം വരുന്നത്. ഇവിടെയൊക്കെ പിന്നെ പമ്പ് ഹൗസിൻ്റെ അടുത്തായതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം കയറി വരും. ഇച്ചിരി കലക്കലാണെങ്കിലും നമുക്ക് അവിടെ കലക്ക വെള്ളം പോലും പൈപ്പിൽ കയറി വരില്ല. എല്ലാ വെള്ളവും മീറ്ററിലേ വരും. കാരണം അവിടെ ഇച്ചിരി പൊങ്ങി കിടക്കുന്നതുകൊണ്ട് മീറ്ററിന് ഇറങ്ങി തന്നെ വെള്ളം പിടിക്കണം. ഇവിടെ പിന്നെ അത്യാവശ്യം വെള്ളം ഇങ്ങനെ കിട്ടും ഇവിടെ. പക്ഷെ അത് കിട്ടണം. അപ്പാപ്പൻ്റെ മമ്മിയിലേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ട് എല്ലാം അടിപൊളിയല്ലേ. ഇവിടെ വാതിക്കിരിക്കാൻ നല്ല രസം. നമ്മുടെ മുറ്റത്ത് പോലെ, നമ്മുടെ മുറ്റത്ത് ഷീറ്റ് ഇട്ടേക്കുന്ന കാരണം അങ്ങനെ സൺസെറ്റൊന്നും മുറ്റത്തിരുന്ന് ആസ്വദിക്കാൻ പറ്റില്ല. പെരപ്പുറത്ത് കയറണം, അല്ലെങ്കിൽ നമ്മൾ കടവിന് പോയിരിക്കണം. ഇവിടെ തിണ്ണയിലിരുന്നാൽ മതി. ഞാൻ വെള്ളത്തിൻ്റെ കാര്യം പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാമല്ലോ. വെള്ളം ഇതൊക്കെ കണ്ടല്ലോ, പാത്രങ്ങളൊക്കെ അടുക്കിങ്ങനെ വെച്ച് വെള്ളം നിറച്ച് പിടിച്ച് വെച്ചിരിക്കുക. കാരണം നമുക്ക് ഇപ്പോൾ ഇന്ന് വരും, നാളെ കാണില്ല. അപ്പോൾ നാളത്തെ ആവശ്യങ്ങൾക്ക് എടുക്കേണ്ട. മറ്റന്നാൾ ചിലപ്പോൾ വരണമെന്നില്ല, ഉറപ്പില്ല. അപ്പം അതുകൊണ്ടാണ് ഇത്രയും വെള്ളം. ഇത് അമ്മമ്മ വീടിൻ്റെ അകം. അമ്മാമ്മയോട് ഞാൻ വ്ളോഗ് എടുക്കാൻ വന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് അറ്റോ മുട്ടിടിച്ച് ഇതൊരു ചെറിയ പൂജാമുറി പോലെ ആട്ടോ. അമ്മമ്മ വീടുകളിൽ കാണുമല്ലോ പിന്നെ ഒരു കുറച്ച് ഡിവൈനായിട്ടുള്ള മുറി. എൻ്റെ നോട്ടം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് പോവേ, മൈൻഡ് ചെയ്യണ്ട. ഇതിവിടെ ഇപ്പോൾ കാണിച്ചു. എല്ലാ അമ്മാമ്മ വീടുകളിലും കാണുന്ന ഒരു കാര്യമല്ലേ ഇത്. ചിലപ്പോൾ ഒരു പൂജാമുറി തന്നെ കാണും, ഇല്ലെങ്കിൽ ഒരു മുറിയുടെ പരിസരത്ത് ഇതുപോലെ ദൈവങ്ങളെ എല്ലാവരും കൊണ്ടുവന്ന് വെച്ച് വിളക്ക് കത്തിക്കാൻ സ്ഥിരം. ഇവിടെ കുറച്ച് ഡിവൈനായിട്ടുള്ള മുറിയാണ്. ഇവിടെ കട്ടിലുണ്ട്, രാത്രി അപ്പാപ്പം കിടക്കുകയൊക്കെ ചെയ്യുന്നതിൽ. ഇതാണ് തെക്കേ മുറി. തെക്കേ മുറി എന്ന് പറയുമ്പം നമ്മുടെ അമ്മമ്മ വീട്ടിലെപ്പോഴും കുറച്ചൊരു ഡിവൈനായിട്ടുള്ള സ്ഥലമാണ് തെക്കേ മുറി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക്. ഇതാണ് നമ്മുടെ തെക്കേ മുറി. ഇവിടെ അധികം അങ്ങനെ നമ്മളാരും കയറി ഇരിക്കാറില്ല. അടുത്ത വ്ളോഗ് എടുക്കാൻ വേണ്ടിയിരുന്ന ഇവിടെ ആകെ ഇത് മാത്രമേ ഉള്ളൂ. തുണിയൊക്കെ വെക്കാനുള്ള മരവിച്ച തുണിയും കാര്യങ്ങളും. ഹാളിലും മറ്റേ മുറിലോട്ടൊക്കെയാണ് കിടക്കുന്നത്. ചിലപ്പോൾ അപ്പാപ്പൻ ഇവിടെ എല്ലാവരുമൊക്കെ വരുമ്പോൾ ഇവിടെ നമ്മൾ കിടക്കും. ഓക്കെ. നമ്മുടെ ഓണം പോലത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ആഘോഷിക്കുന്നത് നമ്മുടെ തറവാട് വീട് പോലെയാണല്ലോ ഇത്. അപ്പോൾ തറവാട് വീട് പോലെ ആയതുകൊണ്ട് നമ്മളിവിടെയാണ് ഓണം പരിപാടി കാര്യങ്ങളൊക്കെ ആഘോഷിക്കുന്നത്. ഞാൻ ചിലപ്പോൾ ഈ ഫ്രണ്ട് ക്യാമറ എടുക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുഖത്തോട്ട് നോക്കുന്നത്. ഇവിടെ നിന്നാലും നമുക്ക് പുറത്തെ വ്യൂ കിട്ടും, കാര്യങ്ങളൊക്കെ കാണാൻ അടിപൊളിയാണ്. ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു.
ഭാവിയിൽ നമുക്ക് തന്നെ കാണാമല്ലോ. കാരണം എൻ്റെ ഫോണിൽ എന്തായാലും ഉള്ളൂ, ഒരുപാട് നാളൊന്നും ഇങ്ങനെ 4K വീഡിയോ ഒന്നും നമുക്ക് സ്റ്റോർ ചെയ്ത് ഇങ്ങനെ വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത്രയും ലോങ് വീഡിയോ, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചാൽ മറ്റുള്ളവർ കാണുന്ന പോലെ തന്നെ നാളെ ഒരു 2 കൊല്ലം ഒരു 3 കൊല്ലം കഴിയുമ്പോൾ നമുക്കെടുത്ത് ഇതൊക്കെ ഒന്ന് കാണാമല്ലോ അല്ലേ. എനിക്ക് യൂട്യൂബ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ എത്ര പേര് കാണുന്നു എന്നുള്ളതൊരു അഡ്വാൻറ്റേജ്. കണ്ടാൽ സന്തോഷം, ഒരുപാട് സന്തോഷം. ഇതേപോലെ നാട്ടിലൊന്നും വരാൻ പറ്റാതെ പുറത്ത് നിൽക്കുന്നവരുണ്ടാവില്ലോ, നാട്ടിൽ വരണം കാണണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആർക്കൊക്കെ ഇതൊരു കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നാളെ നമ്മൾ നാട്ടിലുണ്ടാവണമെന്നില്ല, നമ്മൾക്കും പുറത്തേക്ക് നോക്കണം എന്നുള്ള പ്ലാനുണ്ട്. നാട്ടിൽ തന്നെ ചിലപ്പോൾ അങ്ങനെയും നോക്കും. ചിലപ്പോൾ കുറേ വർഷം നമ്മൾ നമ്മുടെ കേരളം വിട്ടേലും പുറത്തേക്ക് എവിടെയെങ്കിലും പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ ആയിരിക്കും നമുക്ക് അന്നൊരു ആശ്വാസം. ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണാം. നമ്മൾ തന്നെ ആയിരിക്കും നമ്മുടെ വീഡിയോ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്നത്. ഇതാണ് എൻ്റെ അപ്പാപ്പൻ. ഇവിടെ നോക്കി ഹായ് പറയൂ. ഇത് അമ്മമ്മ, നേരത്തെ കണ്ട അമ്മമ്മ ഹായ് പറഞ്ഞു. നമ്മുടെ വെയിലകത്ത് വരെ അടിക്കും അല്ലേ, വൈകിട്ടത്തെ വെയിൽ. ഞാനിവിടെ ഭയങ്കര രസമാണ് വൈകുന്നേരം. എന്താ തിണ്ണൊക്കെ ഇരിക്കുമ്പോൾ തന്നെ എന്ത് ഭംഗിയ. വേപ്പ് മരമുണ്ട് വാതിക്ക് തന്നെ ഉണ്ട്. പിന്നെ നേരെ കാണുന്നത് നമുക്ക് ഇതിൻ്റെ പിറപ്പുറത്ത് വന്ന് സൺസെറ്റ് കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. നമ്മുടെ ആ ഡയറക്ഷനിലോട്ട് പോയാൽ കായൽ ഉണ്ട്, കായൽ വരമാണല്ലോ, കായലും കാണാം. റോഡ് സൈഡ് തന്നെയാണ്ട് നമുക്ക് ഈ വെയിലൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഒരു കാറൊക്കെ കൊണ്ടുവന്ന് വേണേൽ പാർക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും സ്പേസൊക്കെ ഉണ്ട് ഇവിടെ. കുറച്ചും കൂടെ നമ്മുടെ വീടിനേക്കാളും മെയിൻ ഒരു റോഡിന് ഇച്ചിരി വീതിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം. ഇത് വേറൊരു മുറി. ഇതാണ് നമ്മുടെയൊക്കെ വന്ന നമ്മുടെ സ്ഥിരം സംഗീതം മുറി, ആക്റ്റീവായിട്ടുള്ള മുറി. ഇവിടെ ഒരു മേശയുണ്ട്, അവിടെ താഴെ എന്തെങ്കിലും ബുക്കും കാര്യമൊക്കെ വയ്ക്കാം. ഇവിടെ അതാ ഒരു ചെറിയ ഷെൽഫ് പോലെ. ഈ ഇരിക്കുന്നതെല്ലാം ചേച്ചിയുടെ ബുക്കാണ്, ചേച്ചി കിടന്ന മുറിയാണിത്. ആ ബുക്കാണിത്. ഒരു സ്ലാബും ഉണ്ട്. ഇതാണ് ഈ മുറി. ഒരു ചെറിയ ഹോം ടൂർ നടത്താം. അടുക്കള ലൈറ്റിന് പ്രകാശം കുറവാണ്, ഒരു മങ്ങലുണ്ട്. അപ്പോൾ അത് ലൈറ്റ് മാറണം. അപ്പം അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവ് കാണും കേട്ടോ. ഇതാണ് അടുക്കള. നമ്മുടെ ഈ വീട്ടിൽ ഇതും പറയാം ഏറ്റവും വലിയ സ്പേസ് അടുക്കളയാണ്. ഉണ്ടോ അടുക്കള? നല്ല അത്യാവശ്യം നല്ല വലിയ അടുക്കള, ഹാളിനേക്കാളും വലിയ അടുക്കള, വിശാലമായ അടുക്കള. ഇനി അടുക്കള വാതിൽ തുറന്നു കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ഉണ്ട്. ഇവിടെ നമ്മളിത് ഷീറ്റ് ഇട്ടിട്ട് ഇറക്കിയിട്ടുണ്ട്. അതൊരു മഴയൊക്കെ പെയ്യുമ്പോഴേ ഇവിടെയൊക്കെ നിൽക്കാൻ സൗകര്യത്തിൽ. അടുക്കള വശത്തോട്ട് സ്ഥലം കുറവാട്ടോ. അടുക്കളയുടെ സൈഡ് തുണിയൊക്കെ കഴുകി കല്ലിൽ കഴുകൽ ഇവിടെ കുറവാണ്. ഇതാണ് കറിവേപ്പില തൈ, നമ്മുടെ കറിവേപ്പില പ്രൊവൈഡർ. വർഷങ്ങളായിട്ടാണ് നമ്മൾ കറിവേപ്പില പൈസയ്ക്ക് കൊടുത്ത് മേടിക്കാറില്ല. കാട് പോലെയാണിതാ. ഇതൊന്നും അല്ലായിരുന്നു, ഇപ്പോൾ കുറേയൊക്കെ കളഞ്ഞു പിച്ചി. കാട് പോലെയുണ്ട് കറിവേപ്പില. ഉണ്ടല്ലോ ഇപ്പോൾ പെരപ്പുറത്ത് കയറുന്ന പിച്ചമ്പഴത്തിന് മരമായി. നമ്മൾ ഇവിടെ ഇത് വന്ന് ഇത്രയും മരമായതിനു ശേഷം വർഷങ്ങളായിട്ട് കറിവേപ്പില വാങ്ങാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് അമ്മമ്മ വീട്ടിലെ വിശേഷങ്ങളുടെ പുറകെ കാണുന്നത്. കണ്ട സൺസെറ്റിന് എവിടെ ചെന്നാലും ഞാനും സൺസെറ്റും ഒരു ഭയങ്കര ഒരു കണക്ഷനാണ്. ഞാൻ എവിടെ പോയാലും എൻ്റെ ബാക്കിൽ ഇങ്ങനെ സൂര്യനിങ്ങനെ നിൽക്കും. അടിപൊളിയല്ലേ. പിന്നെ ബാത്റൂം പുറത്താട്ടോ, അറ്റാച്ച്ഡ് ബാത്റൂമാണ്. പക്ഷേ അത് എൻ്റെ ബാക്കിൽ കാണുന്നു. സാധാ ബാത്റൂം, കാണിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അത് വാതിൽ വെളിയിൽ കൂടെയാണ്, അറ്റാച്ച്ഡാണ്. അതിലടയ്ക്കും. അടുക്കള വാതിൽ നമ്മളെപ്പോഴും അടച്ചിടും. ലൈറ്റ് കുറവായതിൻ്റെയാണ് ഈ ഫ്ലിക്കറിങ്. ഇത് കണ്ട ഒരു ഫിൽറ്ററും ഇല്ല, ഒന്നുമില്ലാതെ റോ ആയിട്ടുള്ള ആ ഒരു സൺസെറ്റിൻ്റെ ഭംഗി. സൂര്യനാണ് ഈ കാണുന്നത്. നിങ്ങൾ മരങ്ങൾക്കിടയിൽ അടിപൊളി ഒരു സൺസെറ്റ് വ്യൂ ആണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇവിടെ നിന്ന വ്യൂ മറയും, പെരപ്പുറത്ത് നിന്നാൽ കാണാം. നല്ല അടിപൊളി ഒരു വൈബാണ്. ഞാനിത് കാണിക്കാനായിട്ട് മുമ്പോട്ട് വന്ന കേട്ടോ. കണ്ട സൂര്യനെ കണ്ട. കുറച്ചുകൂടെ കഴിയുമ്പോൾ താഴെ നിന്നുള്ള വ്യൂ മറയും, നമുക്ക് പെരപ്പുറത്ത് കയറിയാൽ പിന്നെ കാണാൻ പറ്റും. പക്ഷെ നല്ല രസമാണ് നമ്മൾ വന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ല കായലുവാരത്തോട്ടൊക്കെ കൂടെ ഒന്ന് പോകണം. കുറച്ച് നേരമായിട്ട് ഇവിടെ ഇരിക്കാമല്ലോ, എന്നിട്ടൊക്കെ വീട്ടിലോട്ട് പോകാം. ഇതാണ് വ്യൂ വട്ടക്കായൽ.
ചെറിയ കായലൊന്നുമല്ല ഇത്. നമ്മുടെ നാഷണൽ വാട്ടർ വേ പോകുന്ന കായലാണ് ഇത്. ബോട്ടുകളൊക്കെ ഒരുപാട് പോകുന്ന കായലാണ് നാഷണൽ വാട്ടർ വേയുടെ. അങ്ങനത്തെ ബോട്ടുകളൊക്കെ ഇപ്പോൾ കാണുന്നത് കുറവാണ് കേട്ടോ. പക്ഷേ അതൊക്കെ കാര്യങ്ങളിതാ കൊച്ചു വള്ളങ്ങളൊക്കെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ കുറ്റികളാണ് ഈ കാണുന്നത്. വെള്ളം കെട്ടാൻ വേണ്ടിയുള്ള കുറ്റികളല്ല. നല്ല ഭംഗിയല്ലേ. ഇങ്ങനെ കുറച്ചുകൂടെ കാണാം. കുറച്ച് നമ്മുടെയൊക്കെ വീടിൻ്റെ ആ ഭാഗത്തുനിന്ന് കുറച്ചുകൂടെ സൺസെറ്റ് കുറച്ചുകൂടെ കാണാൻ തോന്നുന്നു. സൺസെറ്റ് ഇവിടെ കവറായിട്ടുണ്ട്. കാരണം സൺസെറ്റ് ആ സൈഡാണ്. സൈഡ് മരങ്ങളൊക്കെ ആയിട്ട് കവറായി. ഇതാണ് കായലുകാരൻ വ്യൂ. കുറച്ച് നേരമൊക്കെ വന്ന് നിൽക്കാൻ. പിന്നെ ഒരുപാട് സ്ഥലങ്ങളും തപ്പി നടക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിലേപ്പോലുള്ള ഒരുപാട് പോയിന്റുകൾ കാണും. ഓക്കെ, നമ്മൾ തിരിച്ച് നടക്കുവാണ്. കണ്ടില്ല ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് കായൽ. അവിടെ നിന്നാണ് ഇപ്പോൾ വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടത്. എൻ്റെ ഇവിടെ ഉള്ളത് മീൻ വളർത്തലിൻ്റെ എന്തോ ആണ്. കറക്റ്റ് അതിൻ്റെ ഒരു ഐഡിയ ഇല്ല സത്യം പറഞ്ഞാൽ. ഇങ്ങോട്ട് വരുന്നു പോകുന്നെങ്കിൽ നമ്മൾ കൂടുതലും സൈക്കിൾ ചവിട്ടി വരും പണ്ടൊക്കെ. പിന്നെ വണ്ടിയൊക്കെ ഓടിച്ച് പഠിപ്പിക്കുന്നത് അങ്ങനെ ചെറ്റേനെയൊക്കെ പഠിപ്പിച്ച സമയത്ത് നമ്മൾ ആണ് പിന്നെ ഇങ്ങോട്ടൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ അമ്മമ്മ വീട്ടിൽ വരുമ്പോൾ ആ ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് പോകും, അത്രയേ ഉള്ളൂ. നമ്മൾ തിരിച്ച് എങ്ങനെ ഇങ്ങോട്ട് ഈ സൈഡിലോട്ട് അങ്ങനെ വരവില്ല. കുറച്ചൊന്ന് 2 വീടുകളേ ഉള്ളൂ സൈഡിൽ. പിന്നെ എവിടെ ഇങ്ങനെ പോയാലും ഉള്ള ഈ വ്യൂ ആണ് ഇവിടുത്തെ ഏറ്റവും ഭംഗി. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഭംഗിയാണ്. ഇവിടെ ഒരു ഓപ്പൺ സ്ഥലമാണ്, ഒരു വീടുണ്ട്. അവരുടെ തന്നെയാണെന്ന് തോന്നുന്നു. തൊട്ട് സ്ഥലം ഉണ്ട്. കായലിൻ്റെ ഇങ്ങോട്ട് വെള്ളം കയറി ഇങ്ങനെ ചതുപ്പ് പോലെ ഇങ്ങനെ കിടക്കുമല്ലോ ചെറിയ രീതിയിൽ. അങ്ങനത്തെ ഒരു രീതിയാണ് ഇങ്ങോട്ട്. നമ്മുടെ വീടൊക്കെ നിൽക്കുന്ന എക്സാക്റ്റ് ഏതാണ്ട് ആ ഒരു മാർജിനില്ല. പക്ഷെ നമ്മുടെ വീട് കുറച്ചുകൂടി ഇങ്ങോട്ട് കായലിങ്ങനെ കയറി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം കായലിൻ്റെ അടുത്തോട്ടെന്ന് പറയുമ്പോഴേക്കും വീടുകൾ അത്ര അടുത്തോട്ട് വീടുകളില്ല. അവിടെ എല്ലാം തെങ്ങും ഇടയിലോട്ട് വെള്ളം കയറി ചതുപ്പ് പോലത്തെ കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാമല്ലോ. അതാണ് ഇവിടുത്തെ ഒരു രീതി. കൊള്ളാണ്, നല്ല ഭംഗിയുണ്ട്. നമുക്ക് അടുത്തൊക്കെ നടക്കാനാണെങ്കിലും നല്ല ഭംഗിയുള്ള സ്ഥലം. അതിനൊരു ഈവനിങ് വാക്കിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ദൂരെ നിന്നും ആൾക്കാർ വരാറുണ്ട് ഇവിടെ.